ഹലോ ഗായ്സ്, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ഡെസേർട്ട് റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ടേസ്റ്റ് ബാലൻസ് ആവുന്ന ഒരു രീതിയിൽ. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഓവർ ആവണ്ട, അപ്പോൾ ഭയങ്കര മത്ത് പിടിക്കുന്നൊരു മധുരമായിപ്പോവും. അതുകൊണ്ട് ലൈക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഞാനൊരു 2 പീസ് ഈ കേക്ക് ബാറാണ് എടുത്തത്. ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ അടുത്ത്, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ക്രീം അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂനട്ടാണ് യൂസ് ചെയ്തത്. അത് ഒന്ന് പൊട്ടിച്ചിട്ട് അതിന് മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്തിട്ട് കഴിക്കുക. നല്ല കിട്ടിയെല്ലാം ഡെസേർട്ടാണ് ഗൈസ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.